റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. വെറും വിവാദങ്ങൾ സൃഷ്ടിച്ച് വികസനം തടസ്സപ്പെടുത്താനാണ് ചില കക്ഷികൾ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ഈ മംഗലാപുരം റെയിൽവേ മേഖലയുടെ പുനർക്രമീകരണം ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കില്ല എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. റെയിൽവേ വികസനത്തിൽ കേരളത്തിന് അർഹമായ തുകയിൽ 1 രൂപ പോലും കുറവ് വരുത്തില്ല എന്നുള്ളത് കേന്ദ്ര റെയിൽവേ മന്ത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെടുന്നത്. ആ വാർത്തയൊന്ന് വീക്ഷിക്കാം. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പരിധി പുനഃസംഘടിപ്പിക്കുന്നതിനെ ചൊല്ലി സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദം പുകയുമ്പോഴാണ് പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തിയത്. നിലവിൽ 3 വ്യത്യസ്ത ഡിവിഷനുകളുടെ ഭാഗമായി കിടക്കുന്ന മംഗലാപുരം മേഖലയെ മൈസൂർ ഡിവിഷന് കീഴിലേക്ക് പുനർക്രമീകരിക്കുന്നതിൽ യാതൊരുവിധ പ്രത്യാഘാതങ്ങളുമില്ലെന്നും ഇത് കേവലം ഭരണപരമായ ക്രമീകരണം മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. പാലക്കാട് മാംഗ്ലൂർ ഡിവിഷൻ ഇന്നിപ്പോൾ മാംഗ്ലൂർ 3 ഡിവിഷന്റെ ഭാഗമാണ്. റെയിൽവേസ് ഒരു നാഷണൽ ഓർഗനൈസേഷനാണ്. അവരൊരു അഡ്മിനിസ്ട്രേറ്റീവ് റീഓർഗനൈസേഷൻ നടത്തുന്നു, മാംഗ്ലൂർ മൈസൂരിൻ്റെ ഭാഗമാക്കുന്നു. ഇതിലെന്താണ് പ്രശ്നം? എന്താണ് VD സതീശൻജിയും KS വേണുഗോപാലിൻ്റെ ഇതിലെന്താണ് പ്രശ്നം? എന്തെങ്കിലും ഉണ്ടാക്കി പറയുക, ഒരു വിവാദം സൃഷ്ടിക്കുക, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. എന്താണ് ഇന്ന് അത് പിടിക്കുന്നത്? 100 ദിവസം കഴിഞ്ഞു, കുറേ വാഗ്ദാനങ്ങൾ കൊടുത്ത ഈ സർക്കാരിന് ഒന്നും കാണിക്കാനില്ല. അപ്പോൾ പോയിട്ട് പാലക്കാട് ഡിവിഷൻ ഇഷ്യൂ ആക്കുക. കഴിഞ്ഞ 12 വർഷത്തിനിടെ മുമ്പെങ്ങുമില്ലാത്ത വിധം വിപുലമായ റെയിൽവേ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നതെന്ന് BJP ചൂണ്ടിക്കാണിക്കുന്നു. റെയിൽവേ വികസനത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്തില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഉറപ്പു നൽകിയിട്ടുണ്ട്. കേരളത്തിന് അർഹമായ വികസന തുക പൂർണ്ണമായും ലഭ്യമാക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് ആരാണ് ഇവിടെ വികസനം കൊണ്ടുവരേണ്ടത്? അശ്വിനി വൈഷ്ണവ്, നാഷണൽ റെയിൽവേ ബോർഡ്. അവർ പറയുന്നു ഒരൊറ്റ രൂപയുടെ ഡൈല്യൂഷൻ ഉണ്ടാവില്ല, നിങ്ങൾ തീരുമാനിച്ച വികസന ബ്ലൂ പ്രിന്റ് നടപ്പിലാക്കുമെന്ന് അവർ പറഞ്ഞു. അതേസമയം കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി ഭൂമി കണ്ടെത്താൻ പോലും സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെന്നാണ് പ്രധാന വിമർശനം. ആവശ്യമായ ഭൂമിയുടെ 13% മാത്രമാണ് ഇതുവരെ സർക്കാരിന് കണ്ടെത്താനായത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം റെയിൽവേ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തതാണ് വികസനം വൈകുന്നതിന് കാരണമെന്നും BJP ആരോപിക്കുന്നു. റെയിൽവേയുടെ പുനഃസംഘടനയെ മുൻനിർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷവും ചില വർഗീയ കക്ഷികളും ശ്രമിക്കുന്നതെന്നും വികസന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ശക്തമായി മുന്നോട്ടു പോകുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനം, ഡൽഹി.